ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ. നല്ലൊരു ജന്മാഷ്ടമി ആയിട്ട് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എന്ത് വിശേഷ ദിവസങ്ങളായാലും നമുക്ക് പെട്ടെന്നൊരു പായസം തയ്യാറാക്കണമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് സേമിയ പായസമായിരിക്കും അല്ലേ? പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ആ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്, അതും കൂടി ആയതുകൊണ്ടാണ് ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നമുക്കെല്ലാവർക്കും റെസിപ്പിയിലേക്ക് പോവാം. പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഒരു ഓട്ടുരുളിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പായസത്തിന്. എൻ്റെ അടുത്ത് വലിയ ഉരുളി ആയതുകൊണ്ട് നമ്മൾ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാൻ എടുത്തത്. കുഴപ്പമൊന്നുമില്ല, നമുക്കിതിലുണ്ടാക്കി നോക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. കശുവണ്ടി പരിപ്പൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പായസത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കശുവണ്ടി പരിപ്പ് ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഞാൻ ഉണക്കമുന്തിരി എടുത്തിരിക്കുന്നത് ബ്രൗൺ കളറിലെയും ബ്ലാക്ക് കളറിലെയും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബ്ലാക്ക് കളറിൽ എടുത്തിട്ടുണ്ട്. ഈ മുന്തിരി ഒരു ബലൂൺ പോലെ ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങി വയ്ക്കാം കേട്ടോ. ഒന്ന് വീർത്ത് വരുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കണം. നമ്മുടെ മുന്തിരിയെല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം, കോരി മാറ്റി വയ്ക്കാം. കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതേ പാനിൽ തന്നെ ഇതേ നെയ്യിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളർ, നന്നായിട്ടൊന്ന് കരിഞ്ഞൊന്നും പോകണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. പിന്നെ നമുക്ക് വറുത്ത സേമിയ കിട്ടും, അതാണെങ്കിൽ നമുക്ക് പാക്കറ്റിൽ കിട്ടും വറുത്ത തന്നെ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ നെയ്യിൽ. ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. കൈയെടുക്കാതെ ഒന്ന് വറുത്തെടുക്കണേ, കരിഞ്ഞൊന്നും പോകരുത്. സേമിയ വറുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. വെളിച്ചം അടിക്കുന്നതുകൊണ്ടാണ് കളർ കാണാത്തത്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാക്കറ്റ് പാൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ നാടൻ പാലാണ് കേട്ടോ. 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്ര തന്നെ 1/2 ലിറ്റർ തന്നെ വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാച്ചാത്ത പാലാണ് കേട്ടോ. 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടുന്ന് മാറിയിട്ട് നിൽക്കരുത് കേട്ടോ. അടുത്ത് തന്നെ നിന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുമാത്രമല്ല ഈ പാട കെട്ടിക്കളയും, പാലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പാട കെട്ടിക്കളയും. അതുകൊണ്ട് ഇളക്കി കൊടുത്താൽ അങ്ങനെ പാട കിട്ടത്തില്ല. ഇത് നന്നായിട്ട് ഈ സേമിയ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം കേട്ടോ. ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. സേമിയ നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കാം. ഞാൻ ഇത്ര നേരം ഹൈയിൽ വെച്ചിട്ടാണ് ഇളക്കിയത്. ഇനി നമുക്ക് മീഡിയത്തിൽ വെച്ചിട്ട് കുറച്ചൊരു നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം.
ഇനി നമുക്ക് ഈ സമയമാകുമ്പോൾ ഞാനൊരു 3 മിനിറ്റും കൂടെ, ടോട്ടൽ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് വേവിക്കാൻ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ എല്ലാവരുടെ ആവശ്യാനുസരണം ചേർക്കണം കേട്ടോ. 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചസാര അധികം വേണ്ടി വരത്തില്ല കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൂടെ കൂട്ടാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ച് വെച്ചതാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം നെയ്യും കൂടെ ഈ സമയത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്ററും കൂടെ പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ലിറ്ററും കൂടെ പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വരണം. ചിലവർക്ക് പായസത്തിന് നല്ല മധുരം വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ അധികം പഞ്ചസാര ചേർത്തിട്ടില്ല. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇളക്കണേ, അല്ലെങ്കിൽ പാട കെട്ടിക്കളയും മുകളിലായിട്ട്. നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുറുകി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാല് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പം കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ എണ്ണയിൽ വാട്ടി വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്താലും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പാട കെട്ടത്തില്ല. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്, ഏലക്കായുടെയും പാലിൻ്റെയും നെയ്യുടെയും ഒക്കെ കേട്ടോ. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള ഈ സേമിയ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.